അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പല ആളുകളും പറയുന്ന ഒരു വിഷയമാണ്, ഉസ്താദേ, ഏതൊരു നല്ല കാര്യത്തിന് ഇറങ്ങിക്കഴിഞ്ഞാലും അതിലെല്ലാം തടസ്സങ്ങളാണ്. പല ആളുകളും ഇവിടെ വരുന്ന സമയത്ത് എന്നോട് പറയുന്ന ഒരു വിഷമമാണ്, ഉസ്താദെ, പഠിക്കാൻ വേണ്ടി ഒരുപാട് സമ്പത്തും ഒരുപാട് സമയവും ഞങ്ങൾ ചെലവഴിച്ചു, എന്നിട്ടും ഒരു ജോലിക്ക് വേണ്ടി ഇറങ്ങുന്ന സമയത്ത് അതിൽ ഒരുപാട് തടസ്സങ്ങൾ ഞങ്ങൾ നേരിടുന്നു. ഒരു ജോലിക്ക് വേണ്ടി ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ആ ജോലിയിലെല്ലാം ഞങ്ങൾക്ക് തടസ്സങ്ങൾ അനുഭവപ്പെടുന്നു, ജോലിയില്ലാതെ ഞങ്ങൾ പ്രയാസപ്പെടുന്നു. ഇങ്ങനെ തുടങ്ങി ജോലിയില്ലാത്തതിൻ്റെ പേരിൽ പ്രയാസപ്പെടുന്ന, ഉള്ള ജോലിയിൽ ബറക്കത്തില്ലാത്തതിൻ്റെ പേരിൽ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. പല ആളുകൾ വിദേശങ്ങളിൽ നിന്ന് വിളിച്ചറിയിക്കുന്നു, ഉസ്താദെ, ഞങ്ങൾ ജോലി തേടി വിസിറ്റിങ്ങിലായി ഇവിടെ കഴിയുകയാണ്. പല ഇൻ്റർവ്യൂകളും ഞങ്ങൾ അറ്റൻഡ് ചെയ്തു, പക്ഷേ ഞങ്ങൾക്കൊരു ജോലിയും ഞങ്ങളിലേക്ക് ശരിയായിട്ട് ലഭിക്കുന്നില്ല. ഇങ്ങനെ ഈ ജോലിയിലുള്ള തടസ്സങ്ങൾ, അതുപോലെ തന്നെ കച്ചവടം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വസ്തു, സ്ഥലമാവട്ടെ മറ്റെന്തെങ്കിലും ആവട്ടെ, ഇങ്ങനെ കച്ചവടം ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ച് ആ കച്ചവടത്തിലെല്ലാം മുടക്കങ്ങൾ സംഭവിക്കുക. അതുപോലെ വീട് പണി പൂർത്തീകരിക്കാൻ കഴിയാതെ അതിൽ തടസ്സങ്ങൾ സംഭവിക്കുക. നമ്മൾ എന്തൊരു ഏർപ്പാടിന് ഇറങ്ങിക്കഴിഞ്ഞാലും അതിലെല്ലാം തടസ്സങ്ങൾ സംഭവിക്കുക. ഇങ്ങനെ പ്രയാസപ്പെടുന്ന, ജോലിയില്ലാതെ പ്രയാസപ്പെടുന്ന, കച്ചവടങ്ങളിൽ ബറക്കത്തില്ലാത്തതിൻ്റെ പേരിൽ പ്രയാസപ്പെടുന്ന, കച്ചവടങ്ങളിൽ പുരോഗതിയില്ലാത്തതിൻ്റെ പേരിൽ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. ഈ മജ്ലിസിൽ നിന്ന് ഇൻഷാ അള്ളാഹ് ഇന്ന് നമ്മൾ പറയപ്പെടുന്ന ഈ അമലുകൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാ അള്ളാഹ് പ്രയാസമുള്ളവരുടെ ജോലി, ശരിയാവാത്തവരുടെ ജോലി, അതുപോലെ തന്നെ കച്ചവടങ്ങളിൽ പുരോഗതിയില്ലാത്തവർക്ക് കച്ചവടങ്ങളിൽ പുരോഗതി ലഭിക്കാനും, ചെയ്യുന്ന എന്ത് ഏർപ്പാടുകളാണെങ്കിലും അതിലെല്ലാം ഒരു ഫതഹിൻ്റെ ബാബ്, ഒരു ഫതഹ് നമുക്ക് ലഭിക്കാൻ ഇൻഷാ അള്ളാഹ് ഈ അമല് നിങ്ങൾ ചെയ്യുക. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ വളരെ മഹത്തായ ഒരു സൂറത്താണ് സൂറത്തുൽ ഫതഹ് എന്നത്. സൂറത്തുൽ ഫതഹിൻ്റെ ഒരുപാട് മഹത്വങ്ങൾ നമ്മൾ പല വീഡിയോകളിലായി നമ്മൾ കേട്ടതും നമ്മളത് മനസ്സിലാക്കിയവരുമാണ്. പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തുൽ ഫതഹിൻ്റെ ഒന്നാമത്തെ ആയത്തായ ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന ഈ ആയത്ത് അദദുകളാക്കി ഒരു കടലാസിൽ നമ്മൾ എഴുതേണ്ട രൂപം ഇൻഷാ അള്ളാഹ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. ഈ അദദുകളാക്കി നമ്മൾ എഴുതാൻ പറയുന്നതിൻ്റെ കാരണം, പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൻ്റെ ഓരോ അക്ഷരങ്ങൾക്കും ഓരോ ഹർക്കത്തുകൾക്കും അതിനുള്ള മഹത്വമുണ്ട്. അത് അള്ളാഹുവിൻ്റെ കലാമാണ്. അത് നമ്മൾ വളരെ മഹത്വമായി സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഈ അള്ളാഹുവിൻ്റെ കലാമ്, ഈ അറബി ഭാഷയിലുള്ള പരിശുദ്ധമാക്കപ്പെട്ട ഈ കലാമ് നമ്മൾ ചുമന്നുകൊണ്ട് നമ്മൾ ബാത്റൂമിലും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും, നജസായ സ്ഥലങ്ങളിൽ, പല സ്ഥലങ്ങളിലും നമ്മൾ പോകുന്നവരും സഞ്ചരിക്കുന്നവരുമാണല്ലോ. അത്തരത്തിലുള്ള സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ അദദുകളാക്കി എഴുതാൻ വേണ്ടി പറയപ്പെടുന്നത്. പരിശുദ്ധമായ ഖുർആനിൻ്റെ ലിപിക്കും ആ ഭാഷയിലും അതിൻ്റെ പ്രയോഗങ്ങളിലുമെല്ലാം അള്ളാഹു ഒരുപാട് സിറുകൾ, ഒരുപാട് മഹത്വങ്ങൾ അള്ളാഹു അതിൽ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട്. ഇൻഷാ അള്ളാഹ് ആ മഹത്വങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഇത് അദദുകളാക്കി നമ്മൾ എഴുതിയതിൻ്റെ ശേഷം യാ ഫത്താഹു യാ അള്ളാഹ് എന്ന ഇസ്മ് 1233 തവണ നമ്മൾ ചൊല്ലുക. ഈ 1233 തവണ നമ്മൾ ചൊല്ലിയതിൻ്റെ ശേഷം നമ്മൾ എഴുതി വച്ച ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന ഈ ആയത്തിലേക്ക് നമ്മൾ 3 തവണ ഊതിയതിൻ്റെ ശേഷം അത് മടക്കി സുരക്ഷിതമായി നമ്മുടെ പേഴ്സുകളിൽ വെക്കുക. നമ്മൾ പോകുന്ന വഴികളിൽ നമ്മളത് ചുമന്നുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഇൻഷാ അള്ളാഹ് നമ്മൾ ഏർപ്പെടുന്ന എല്ലാ ഏർപ്പാടുകളിലും അള്ളാഹു നമുക്ക് ഫതഹിൻ്റെ ബാബുകൾ തുറന്നു തരും. അതുപോലെ ജോലിയില്ലാത്തവർക്ക് അള്ളാഹു ജോലി നൽകും. ഇങ്ങനെ തുടങ്ങി വീട് പണി പൂർത്തീകരിക്കാത്തവർ, വീട്ടിൽ ബറക്കത്തില്ലാത്തവർ, ഷോപ്പുകളിൽ കച്ചവടമില്ലാത്തവർ, ഷോപ്പുകളിൽ ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ടുകൊണ്ട് കച്ചവടമില്ലാത്തതിൻ്റെ പേരിൽ ബുദ്ധിമുട്ടുന്നവർ, ഇവർ ഇത് ഷോപ്പുകളിൽ വളരെ സുരക്ഷിതമായി സൂക്ഷിക്കുക. ഈ 1233 എന്ന അദദിനൊരു പ്രത്യേകതയുണ്ട്. ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന ഖുർആനിൻ്റെ ഈ അദദുകൾ ഒരുമിച്ച് കൂട്ടിക്കഴിഞ്ഞാൽ
1233 എന്ന സംഖ്യയാണ് കിട്ടുക. ഇൻഷാ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമാക്കപ്പെട്ട ഷിഫാഇൻ്റെ മജ്ലിസിൽ നിന്ന് ഈ അമല് സ്വീകരിച്ച് ഇതനുസരിച്ച് പ്രവർത്തിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ എല്ലാ തടസ്സങ്ങളും മാറ്റി ജീവിതത്തിൽ അള്ളാഹു ഒരു ബറക്കത്ത്, ഒരു പുരോഗതി നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.